രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരെ അഹോരാത്രം ഒച്ചയിടുന്ന മോദിയുടെ മൂന്നാം സർക്കാരിൽ 20 പേരും നെപ്പോ കിഡ്സ്. മോദിയുടേത് മന്ത്രിമണ്ഡലല്ല, പരിവാർ മണ്ഡലാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അതായത് നിലവിലുള്ളത് മന്ത്രിസഭയല്ല, കുടുംബസഭയാണെന്ന അർത്ഥം. തലമുറകളുടെ പോരാട്ടത്തിന്റെയും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും പാരമ്പര്യത്തെ കുടുംബാധിപത്യം എന്ന് വിളിച്ച മോദി ഇപ്പോൾ അധികാരം സർക്കാർ കുടുംബത്തിന് വിതരണം ചെയ്യുന്നുവെന്നാണ് രാഹുലിന്റെ പരിഹാസം. മോദി മന്ത്രിസഭയിലെ 20 നെപ്പോ കിഡ്സുകൾ ആരെന്ന് നോക്കാം. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ മകൻ HD കുമാരസ്വാമി, മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജവന്ത് ചൗധരി, ബീഹാർ മുൻ മുഖ്യമന്ത്രി റാവോ കർപ്പൂരി താക്കൂറിന്റെ മകൻ രാംനാഥ് താക്കൂർ, ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു വീരേന്ദ്ര സിംഗിന്റെ മകൻ റാവു ഇന്ദ്രജിത് സിംഗ്, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ കൊച്ചുമകൻ രവ്നീത് സിംഗ് ബിട്ടു, മുൻ കേന്ദ്രമന്ത്രിയും രാജകുടുംബാംഗവുമായ മാധവ് റാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ, മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, മുൻ കേന്ദ്രമന്ത്രി യാരേൻ നായിഡുവിന്റെ മകൻ രാം മോഹൻ നായിഡു, മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിന്റെ മകൻ പീയൂഷ് ഗോയൽ, മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാൻ, അരുണാചലിലെ ആദ്യ പ്രോട്ടേം സ്പീക്കർ റിൻചിൻ ഹാരുവിന്റെ മകൻ കിരൺ റിജിജു, മധ്യപ്രദേശിലെ മുൻ എംപിയും മന്ത്രിയുമായ ജയശ്രീ ബാനർജിയുടെ മരുമകൻ JP നദ്ദ, UP മുൻ MP ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ, UP മുൻ മന്ത്രി മഹാരാജ ആനന്ദ് സിംഗിന്റെ മകൻ കീർത്തി വർദ്ധൻ സിംഗ്, ബഹുജൻ സമാജ് പാർട്ടി അപ്നാദൾ സ്ഥാപകൻ സോനേലാൽ പട്ടേലിന്റെ മകൾ അനുപ്രിയ പട്ടേൽ, മഹാരാഷ്ട്ര മുൻ മന്ത്രി ഏകനാഥ് ഖഡ്സെയുടെ മരുമകൾ രക്ഷ ഖഡ്സെ, UP ലോക്സഭാ സ്ഥാനാർത്ഥി ഓം പ്രകാശ് പാസ്വാന്റെ മകൻ കമലേഷ് പാസ്വാൻ, ബംഗാൾ മുൻ മന്ത്രി മഞ്ജുൾ കൃഷ്ണ താക്കൂറിന്റെ മകൻ ശന്തനു താക്കൂർ, മധ്യപ്രദേശ് മുൻ മന്ത്രി ഗൗരി ശങ്കർ ശ്വേജറിന്റെ അളിയൻ വീരേന്ദ്രകുമാർ ഖാത്തിക്, ബീഹാർ മുൻ MLA രമേശ് പ്രസാദ് യാദവിന്റെ ഭാര്യ അന്നപൂർണ ദേവി. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.